അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ അബദ്ധവശാൽ ഇത് മേടിച്ച് കഴിഞ്ഞാലും പിള്ളേരെ കാണിക്കുന്നതിന് മുമ്പ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതേമാതിരി എന്തെങ്കിലും പറ്റിക്കൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ഇടുക കേട്ടോ. ഹായ് ഗൈസ്, ഹൈജോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച് ഒരു അമളി പറ്റിയൊരു സാധനമാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചപ്പോഴത്തേക്കും ഫോട്ടോസിൽ കണ്ടൊരു സാധനം ആയിട്ടല്ല നമുക്ക് വന്നത് ഏതാണ്ട് അതേമാതിരത്തെ സാധനം തന്നെ, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല വന്നത്. പക്ഷേ കണ്ടിട്ട് നമ്മുടെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് പിന്നെ അത് റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ആ ഒരു സംഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ഗിസ്മോസ് സ്റ്റാർ പ്രൊജക്ടർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. രാത്രി ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സീലിങ്ങിലും അതേമാതിരി നമ്മുടെ ഭിത്തിയിലൊക്കെ കുറേ നക്ഷത്രങ്ങൾ കത്തുന്ന മാതിരി ഒരു ഇഫക്റ്റ് കിട്ടും. അതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കൂടുതൽ സംസാരിച്ച് വഷളാക്കുന്നില്ല. നമുക്ക് നേരെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും അത് എന്താണ് അമളി പറ്റിയതെന്നുള്ളതും കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ദ സ്റ്റാർ പ്രൊജക്ടർ ഇൻ എ ഡാർക്ക് റൂം, യൂസ് ദ സ്റ്റാർ ആൻഡ് LED ബട്ടൺസ് ടു ഓപ്പറേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് രണ്ട് സംഭവങ്ങളാണുള്ളത്. ഇത് 3 AA ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ ടോർച്ചിലിടുന്ന ക്ലോക്കിലിടുന്ന മാതിരത്തെ ബാറ്ററി 3 എണ്ണം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു സൈഡിൽ നമുക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ ഒരു LED ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡിൽ LED എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. LED ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻസിങ് ലൈറ്റായിട്ട് ഇങ്ങനെ പല കളറിൽ ലൈറ്റ് കത്തും. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇതിൻ്റെ പൊക്കത്ത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ നമ്മുടെ 12 മാസങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നൊരു പിടിപാടുമില്ല. ഇത് വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു DC ജാക്കും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ DC ജാക്കിലേക്ക് ഇവർ തന്നൊരു USB കേബിൾ കുത്തിയിട്ടാണ് നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് സംഭവം വരുന്നത്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞ പ്ലാസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്. ചൈനയിലത്തെ മിക്കവാറും വേസ്റ്റുകളെല്ലാം കൂടെ അടിച്ചു കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. സ്വിച്ച് അത്യാവശ്യം നല്ല രസമുള്ള സ്വിച്ചാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം. ഓക്കെ, അയ്യോ തൊട്ടപ്പോൾ തന്നെ ഉള്ളിലേക്ക് പോകുന്നു. കണ്ട വെറും പ്ലാസ്റ്റിക് ഷീറ്റാണ്, വേറെ ഒന്നുമില്ല അതിന്. ഇതിൻ്റെ അകത്ത് വരുന്ന കൂടെ 4 LED-കളാണ്. 5mm 3 LED-യും 8mm 1 LED-യാണ് വരുന്നത്. പ്ലാസ്റ്റിക്കും അത്ര വലിയ ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഇവിടെയാണ് നമുക്ക് ബാറ്ററി ഇടാനുള്ള കമ്പാർട്ട്മെൻറ്റ് അടിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ബാറ്ററി നമുക്കൊന്ന് ഊരാം, എന്നിട്ട് നമുക്ക് അഴിച്ചു നോക്കാം. നമുക്കിതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. അയ്യേ, ആ കൂടെ പ്ലാസ്റ്റിക് കവറ്, പിന്നെ വരുന്നത് ഒരു 4 LED-കൾ കൊടുത്തിട്ടുണ്ട്, 2 സ്വിച്ച് വരുന്നുണ്ട്, ഒരു DC ജാക്ക് വരുന്നുണ്ട്, ഒരു ബാറ്ററി ഹോൾഡറും വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. ആ റെസിസ്റ്റർ വരുന്നത് 22 ohms ആണ്. റെഡ് ബ്ലാക്ക്. ഇത്രയാണ് എന്തായാലും ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് വരുന്നത്. സ്വിച്ച് മാത്രം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചാണ്, നല്ല ഫീഡ്ബാക്കുള്ളൊരു സ്വിച്ചാണ് അവർ കൊടുത്തിരിക്കുന്നത്. നേരത്തെ കാണിച്ച USB കോഡ് കുത്താനുള്ള DC ജാക്കാണിത്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇല്ലാതെയും ഈ ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ജാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കത്തിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ വെള്ള LED കത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി റെഡ്. ഓക്കെ, ഈ LED എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് LED-യുടെ പ്രത്യേകതയാണ്. ഈ RGB ഫ്ലാഷ് ചെയ്യുന്ന LED-ആണ്, മൾട്ടി കളർ LED-ആണ്. ഡിസ്കോ LED എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. റെഡും കത്തും, ചിലത് റെഡും ബ്ലൂ ആയിട്ട് കത്തും, ചിലത് റെഡും ഗ്രീനും ആയിട്ട് കത്തും. ഇത്ര വരുന്നുള്ളൂ, വേറെ സർക്യൂട്ടൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. വളരെ ചൈനീസ് കുടിൽ വ്യവസായത്തിൽ വരുന്ന ഉൾത്തിരിഞ്ഞു വന്നൊരു സാധനമാണ്. പ്ലാസ്റ്റിക്കും സംഭവങ്ങളും തീരെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും 300 രൂപയ്ക്ക് ഇത് വರ್ತല്ല. നമ്മുടെ ലൈറ്റിൻ്റെ ഔട്ട്പുട്ട് ഏതാണ്ട് ഇതേമാതിരിയാണ്. ഈ അനക്കം നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ലൈറ്റ് അനക്കുന്നതുകൊണ്ടാണ്. ശരിക്കും ഒറിജിനൽ ലൈറ്റുകളിൽ ഇതേമാതിരി കറങ്ങുന്ന ഒരു ഫീച്ചറുണ്ട്. അപ്പം കാണാൻ നല്ല രസമാണ്. ഈ പാറ്റേൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു മോഡലിൽ യാതൊന്നുമില്ല, വെറുതെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ അബദ്ധവശാൽ ഇത് മേടിച്ച് കഴിഞ്ഞാലും പിള്ളേരെ കാണിക്കുന്നതിന് മുമ്പ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് വിടില്ല. അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അവർ വെക്കും. നമുക്ക് എന്തായാലും അത്രയും പൈസ നഷ്ടമാണ്. ഇത് ശരിക്കും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ 50 രൂപ തൊട്ട് 100 രൂപ വരെ അവൈലബിൾ ആവുന്ന ഒരു സാധനമാണ്. ഇതേമാതിരത്തെ ചാത്തൻ സാധനങ്ങളും ആമസോണിൽ വിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക.
299 രൂപ കൊടുത്ത് മേടിച്ച നമ്മുടെ മാൻഡ്രേക്കിൻ്റെ തലയ്ക്ക് എന്തായാലും ഒരു റിവ്യൂ എഴുതാണ്ട് പോകാൻ പറ്റുമല്ലോ. നമുക്ക് എന്തായാലും ഒരു റിവ്യൂ എഴുതാം. ബ്രൈറ്റ്നെസ് ഓക്കെ ആണ്, വാല്യൂ ഫോർ മണി അല്ല, ഈസി ടു യൂസ് ഓക്കെ. ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് എന്തായാലും സബ്മിറ്റ് കൊടുത്തേക്കാം ഗൈസ്. അപ്പം സംഭവം കണ്ടില്ലേ, 50 രൂപ പോലും വില വരുന്ന ഒരു സംഭവം. അതായത് നമ്മുടെ ഇവിടെ ഈ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോഡ്വേ എന്നൊക്കെ പറയും. ബ്രോഡ്വേയിലൊക്കെ 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് ഇത് 350 രൂപയ്ക്ക് ആമസോണിൽ വിൽക്കുന്നത്. നമ്മൾ ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ വൺസ് ഇത് പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇത് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നും. നമ്മുടെ പൈസ അങ്ങോട്ട് പോയി കിട്ടും. അതാണ് സംഭവം നടക്കുന്നത്. നിങ്ങൾക്ക് ഇതേമാതിരി എന്തെങ്കിലും പറ്റിക്കൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ഇടുക കേട്ടോ. അപ്പം എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവേദം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.